പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കം. FCRA ഭേദഗതി ബില്ലടക്കം 6 പ്രധാനപ്പെട്ട ബില്ലുകളാണ് പരിഗണനയിൽ വരുന്നത് ഈ സമ്മേളന കാലഘട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജലി ചേരുന്നുണ്ട്. അഞ്ജലി, എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് സമ്മേളനം തന്നെയാണ് നടക്കുന്നത്. സമ്മേളനം തുടങ്ങിയത് മുതൽ പ്രതിപക്ഷം ബഹളം വെച്ച് തുടങ്ങിയതാണ്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ നടുത്തളത്തിൽ ഇറങ്ങുകയും പ്രത്യേകമായിട്ട് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നു അവർ ഉന്നയിച്ചത്. നീറ്റ് വേണ്ടെന്ന പ്ലക്കാർഡുകളും ഏന്തിയാണ് നടുത്തളത്തിൽ ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ടും അവർ വിഷയം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് ലോക്സഭ വലിയ തരത്തിലുള്ള ബഹളത്തിലേക്ക് നീങ്ങുകയും 12 മണി വരേക്ക് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനം തന്നെയാണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ സമ്മേളനത്തിലാണ് സർക്കാരിനെതിരെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും 6 ബില്ലുകളാണ് പാസ്സാക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇതിന് മുന്നോടിയായിട്ട് വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ പ്രതിപക്ഷം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അയോധ്യ സംഭാവന കൊള്ളയും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉന്നയിക്കുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഈ അധികാരത്തിലെത്തിയപ്പോൾ 240 സീറ്റുകളായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ തൃണമൂലിൽ അടക്കമുള്ള ഒരു പിളർപ്പുകൾക്ക് ശേഷം 20 MP-മാരാണ് തൃണമൂലിൽ നിന്നും NDAയിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ശിവസേനയുടെ 6 MP-മാരും എത്തിയിരുന്നു. അങ്ങനെ ഒരു അംഗബലം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് നടക്കുന്നത് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇത്രയധികം എതിർപ്പുകളുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിലും അംഗബലത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുമെന്നാണ് NDA സർക്കാർ കരുതുന്നത്. ഇന്നിപ്പോൾ ആകെ 2 ബില്ലുകളായിരിക്കും ചർച്ച ചെയ്യുക, ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് ചർച്ച ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒന്ന് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാനുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. മറ്റൊന്ന് വന്ദേമാതരത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവ് ലഭിക്കും എന്ന ബില്ല് ആണ് പാസ്സാക്കാനായിട്ട് ഒരുങ്ങുന്നത്. എന്ത് തന്നെയാണെങ്കിലും 12 മണി വരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുന്നത്. റോബിൻ.